ന്യൂസ് മാരത്തണിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സിന് ഇന്ന് സമാപനം. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം 18-ന് ആരംഭിച്ച യാത്ര 35 ദിവസം പിന്നിട്ടാണ് ഇന്ന് സമാപിക്കുന്നത്. ഔദ്യോഗിക സമാപന ദിവസമായ ഇന്ന് 5 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കും. കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം. സമാപന ദിവസമായ ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ. ഇത് സംബന്ധിച്ച് ഇടത് മുന്നണി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. സത്യപ്രതിജ്ഞ 29-ന് നടക്കും. ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക. നവകേരള സദസ്സിന് ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചിരുന്നു. 2ാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി LDF മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. നവകേരള സദസ്സിന് മുമ്പ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം. ആദ്യ 2.5 വർഷം കെ കൃഷ്ണൻകുട്ടി, ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ 2.5 വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്നത് LDF നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ്. ഇതാണ് ഇടതുമുന്നണി പാലിക്കാൻ ഒരുങ്ങുന്നത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതായി പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം കോടതി ഫയലിൽ സ്വീകരിച്ചു. പരാതിക്കാരന്റെ മൊഴിയെടുത്ത കോടതി കേസെടുക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ വരാനിരിക്കെയാണ് പരാതി ഉയർന്നത്. കേരളത്തിൽ കലാപം നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും UDF നടത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ. നവകേരള സദസ്സിന് ആന്റി ക്ലൈമാക്സ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ക്രിമിനൽ സംഘത്തെ ഉപയോഗപ്പെടുത്തിയാണ് പ്രശ്നമുണ്ടാക്കിയത്. ഇതിനൊന്നും കേരളത്തിലെ ജനങ്ങളെ കിട്ടത്തില്ല. സർക്കാരിന്റെ പണം എടുത്തല്ല നവകേരള സദസ്സ് നടത്തിയതെന്നും മന്ത്രി ആരോപിച്ചു. ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ രക്ഷാദൌത്യം എന്ന് പറഞ്ഞ സംഭവത്തിൽ കരിങ്കൊടി കാണിച്ച ചെറുപ്പക്കാരൻ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. പട്ടിക കഷ്ണം എടുത്താണ് ഡിവൈഎഫ്ഐക്കാരെ യൂത്ത് കോൺഗ്രസ് അടിച്ചത്. കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനും നിയമം കയ്യിലെടുക്കാനും നോക്കിയാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരിഹാസവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. സതീശൻ താൻ പ്രമാണിത്വത്തിന്റെ ആൾരൂപമാണെന്ന് മുഹമ്മദ് റിയാസ് വിമർശിച്ചു. സതീശൻ പറവൂരിന് പുറത്ത് ലോകം കണ്ടത് പ്രതിപക്ഷ നേതാവായ ശേഷമാണ്. അടുത്ത പ്രതിപക്ഷ നേതാവിനുള്ള സീറ്റ് ബുക്കിംഗ് ടൗവിൽ മാത്രമാണ് സതീശനെന്നും റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിയാസിനെതിരെ പരിഹാസവുമായി സതീശൻ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് റിയാസിന്റെ വിമർശനമുണ്ടായത്. മുഹമ്മദ് റിയാസ് മൂക്കാതെ പഴുത്തയാളാണ്. എന്റെ പാർട്ടിയിലെ സ്വാധീനം അളക്കാൻ റിയാസ് വരേണ്ടെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയെന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയായി VD സതീശൻ പറഞ്ഞു. BJPക്കെതിരെ താൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് KCBC പ്രതികരണത്തിനെതിരെ വിമർശനവുമായി KT ജലീൽ. തന്റെ കുറിപ്പിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയോ ക്രൈസ്തവ ദർശനങ്ങളെയോ മോശമാക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വംശീയതയ്ക്ക് നേതൃത്വം നൽകിയവർ കാപട്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് സ്നേഹ കേക്കുമായി അരമനകളും വീടുകളും കയറിയിറങ്ങി നടക്കുന്നതിനെതിരെയാണ് താൻ വിമർശിച്ചതെന്ന് ജലീൽ പറഞ്ഞു. BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ വിവാദ പരാമർശത്തിൽ കേസെടുത്ത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ദിശ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ ദിനു വേലിന്റെ പരാതിയിലാണ് കേസ്. അടുത്ത 7 ദിവസത്തിനകം എറണാകുളം ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിനെതിരെ സാമൂഹിക പ്രവർത്തകയായ ധന്യരാമൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ പങ്കുവച്ച ബ്ലോഗിലായിരുന്നു നടന്റെ വിവാദ പരാമർശമുണ്ടായത്. പണ്ട് തന്റെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ആളുകൾക്ക് പറമ്പിൽ കുഴികുത്തി പഴങ്ങഞ്ഞി വിളമ്പിയിരുന്നുവെന്നും അവർ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നതിനെ കുടിച്ചോർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹ്ന, നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാനായി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അനുമതി നൽകിയത്. 2 ദിവസത്തിനകം കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. 2017 നവംബർ 30-ന് നടന്ന പ്രസവ ശസ്ത്രക്രിയയിൽ
വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയെന്നാണ് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പന്തിരങ്കാവ് സ്വദേശികളായ ഹർഷൈന കഴിഞ്ഞ മാർച്ച് 1 സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. തുടർന്ന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു. കേരളത്തിലെ കോവിഡ് കേസുകളുടെ വർധന കണക്കിലെടുത്ത് അതിർത്തിയിൽ നിയന്ത്രണം ശക്തമാക്കി കർണാടക. കേരള-കർണാടക അതിർത്തിയിൽ കർശന പരിശോധന നടത്തും. രോഗലക്ഷണമുള്ളവർക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശനമില്ല. 24 മണിക്കൂറും പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിക്കും. ആശങ്ക ഒഴിയും വരെ പരിശോധന ഉണ്ടാകുമെന്ന് കർണാടക ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. അതേസമയം ക്രിസ്മസിനും പുതുവത്സരാഘോഷങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന കോവിഡ് ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗത്തിലെ തീരുമാനം. മുതിർന്ന പൗരന്മാർക്ക് മാസ്ക് നിർബന്ധമെന്ന ചട്ടം തുടരും. കോവിഡ് ടെസ്റ്റ് നിരക്ക് കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. 303 ഇന്ത്യൻ യാത്രികരുമായി പറന്ന ചാർട്ടേഡ് വിമാനം ഫ്രാൻസിൽ വെച്ച് തടഞ്ഞുവെച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. യാത്രക്കാർക്കിടയിൽ നിന്നുള്ള 2 പേരെയാണ് ഫ്രഞ്ച് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലെജൻഡ്സ് എയർലൈൻസ് എന്ന റുമേനിയൻ കമ്പനിയുടെ A340 ചാർട്ടേഡ് വിമാനമാണ് തടഞ്ഞുവെച്ചത്. ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയപ്പോഴായിരുന്നു അധികൃതർ വിമാനം തടഞ്ഞത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗങ്ങളെ തടഞ്ഞ SFIക്കാർക്ക് ഹൈക്കോടതി നോട്ടീസ്. ഗവർണറുടെ നോമിനികളായി യോഗത്തിൽ പങ്കെടുക്കാനെത്തി പ്രതിഷേധം കാരണം പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബാലൻ പുതിയേരി അടക്കം 8 സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. SFI നേതാക്കളായ അഫ്സൽ മുഹമ്മദ് അലി, ഷിഹാബ്, KV അനുരാജ് എന്നിവർക്കാണ് ഹൈക്കോടതി പ്രത്യേക ദൂതൻ വശം നോട്ടീസ് അയച്ചിരിക്കുന്നത്. 26-ന് അവധിക്കാല ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാകണമെന്നാണ് ഉത്തരവ്. DGPയുടെ വീട്ടിലേക്കുള്ള മഹിളാ മോർച്ച പ്രതിഷേധത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. RRFലെ പോലീസുകാരായ മുരളീധരൻ നായർ, മുഹമ്മദ് ഷെബിൻ, സജിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. DGPയുടെ വീട്ടിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഈ പോലീസുകാരാണ്. ഇവരെ സുരക്ഷാ വീഴ്ചയിലാണ് ബറ്റാലിയൻ DIG സസ്പെൻഡ് ചെയ്തത്. മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഇവരെ സ്ഥലത്തു നിന്ന് മാറ്റാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പ്രതിഷേധം തുടരുകയും പിന്നീട് പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയുമായിരുന്നു. നവകേരള ബസ് കയറ്റാനായി ക്ലിഫ് ഹൗസ് മരം മുറിക്കുന്നതിനിടെ അപകടം. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയിലെ മരച്ചിലകൾ മുറിച്ചു മാറ്റുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണ് 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ശ്രീജിത്ത്, പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. മരച്ചിലകൾ മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. അപകടത്തിൽ 2 പേരുടെയും നട്ടെല്ലിനാണ് പരിക്കേറ്റത്. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 26-ന് ശബരിമലയിലെത്തും. 27-നാണ് മണ്ഡല പൂജ നടക്കുന്നത്. അതേസമയം പുതിയ ബാച്ച് പോലീസ് സംഘത്തിലെ പകുതി പേർ ശബരിമല ഡ്യൂട്ടിക്കായി എത്തിയിട്ടുണ്ട്. മണ്ഡല പൂജയോടനുബന്ധിച്ച് 100 പോലീസുകാരെ കൂടി അധികം നിയോഗിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഭക്തരുടെ വാഹനങ്ങൾ പോലീസ് പല സ്ഥലങ്ങളിലും തടഞ്ഞിട്ടതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി തർക്കമുണ്ടായിരുന്നു. നിലവിൽ വാഹനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ സുദർശൻ IAS അറിയിച്ചു. വരും ദിവസങ്ങളിലെ വെർച്വൽ ക്യൂ ബുക്കിംഗും 90,000-ന് മുകളിലാണ്. ഇതും ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടായേക്കാവുന്ന തിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ശബരിമല പാതയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 7 പേർക്ക് പരിക്ക്. പുലർച്ചെ 4 മണിയോടെ എരുമേലി പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപമായിരുന്നു ആദ്യത്തെ അപകടം. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡ് കടന്ന് സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ 12 തീർത്ഥാടകരുണ്ടായിരുന്നു. ഇവരിൽ 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് പോലീസ് അറിയിച്ചു. പുലർച്ചെ 5:30 മണിയോടെ കണിമല ആട്ടിവളവിലായിരുന്നു രണ്ടാമത്തെ അപകടം. ബ്രേക്ക് നഷ്ടമായ മിനി ബസ് മതിലിടിച്ച് നിർത്താനുള്ള ശ്രമത്തിനിടെ റോഡിൽ വട്ടം മറിയുകയായിരുന്നു. അപകടത്തിൽ 3 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ഗാന്ധി കുടുംബം അമേഠിയിൽ ഭൂമി കയ്യേറിയെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. 2019-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി തോൽപ്പിക്കുന്നതുവരെ ഗാന്ധി കുടുംബത്തിന്റെ ഉരുക്കു കോട്ടയായിരുന്നു അമേഠി. അമേഠിയിൽ ഗാന്ധി കുടുംബം വെറും 600 രൂപയ്ക്ക് 30 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തെന്നും സ്മൃതി ആരോപിച്ചു. വ്യാവസായികവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ ഭൂമി
ഗാന്ധി കുടുംബം കൈക്കലാക്കിയെന്നും സ്മൃതി ഇറാനി NIA-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. എറണാകുളം അങ്കമാലിയിൽ തീപിടുത്തത്തിൽ കുടുങ്ങിയയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിയാമ്പറമ്പ് സ്വദേശി KA ബാബുവാണ് മരിച്ചത്. ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ ബാബു കെട്ടിടത്തിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു. കറുകുറ്റിയിൽ ന്യൂ ഇയർ കുരീസ് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയ തീപിടുത്തം പുലർച്ചെ 5 മണിയോടെയാണ് അണച്ചത്. ന്യൂ ഇയർ കുരീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ബാബു. സർക്കാരിൽ നിന്നുള്ള സഹായം യഥാസമയം കിട്ടാതായതോടെ അട്ടപ്പാടിയിലെ 200-ലധികം അരിവാൾ രോഗികളുടെ ജീവിതം ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം 17-കാരി മരിച്ചതും അധികൃതരുടെ അനാസ്ഥ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പട്ടികവർഗ വികസന വകുപ്പും ആരോഗ്യ വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് രോഗികളെ വലയ്ക്കുന്നത്. ബുധനാഴ്ചയാണ് താഴെ അബന്നൂർ ഗോത്രൂരിലെ 17-കാരി സുജിത മരിച്ചത്. രോഗം മൂർച്ഛിച്ചതോടെ കടം വാങ്ങിയ പൈസ കൊണ്ട് ആംബുലൻസ് വിളിച്ചാണ് ബന്ധുക്കൾ സുജിതയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയ്ക്കിടെ സുജിത മരിച്ചു. ഒരു പിടി ഇല്ലായ്മകൾക്കും ദുരിതങ്ങൾക്കും ഇടയിലാണ് അട്ടപ്പാടി ഊരിലെ 200ഓളം അരിവാൾ രോഗികളുടെ ജീവിതം. ക്രിസ്തുമസ് പ്രമാണിച്ച് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്താൻ തീരുമാനം. അവധിക്ക് യാത്ര ചെയ്യുന്നവരുടെ തിരക്ക് കാരണമാണ് പ്രത്യേക ട്രെയിൻ സർവീസ് പരിഗണിക്കുന്നത്. മൈസൂർ കൊച്ചുവേളി, കൊച്ചുവേളി മൈസൂർ ട്രെയിൻ സർവീസാണ് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൈസൂർ കൊച്ചുവേളി സർവീസ് ഞായറാഴ്ച രാത്രി 9:40 മൈസൂരിൽ നിന്ന് പുറപ്പെടും. തിരിച്ചുള്ള സർവീസ് ഡിസംബർ 24 രാത്രി 9:40 കൊച്ചുവേളിയിൽ നിന്നാണ്. 4 പേരുടെ ജീവൻ പൊലിഞ്ഞ കുസാറ്റ് അപകടം നടന്നിട്ട് 1 മാസമാകുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. 100-ലധികം പേരുടെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരെയും പ്രതി ചേർക്കാതെയാണ് പോലീസ് അന്വേഷണം. സർവകലാശാല ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന 27-ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് കുസാറ്റ് വൈസ് ചാൻസലർ അറിയിച്ചു. നവംബർ 25-ന് വൈകിട്ട് കുസാറ്റിൽ എന്താണ് സംഭവിച്ചത്? സമയക്രമം പാലിക്കുന്നതിലെ വീഴ്ചയാണോ, അശാസ്ത്രീയ നിർമ്മാണമാണോ? ഉത്തരം കണ്ടെത്താൻ സിൻഡിക്കേറ്റ് ഉപസമിതി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമിതി, തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം എന്നിവയാണ് പ്രഖ്യാപിച്ചത്. 4 അന്വേഷണ സംഘങ്ങളും മൊഴിയെടുക്കലും ശാസ്ത്രീയ തെളിവുകൾ ശേഖരണം അടക്കം പൂർത്തിയാക്കിയിട്ടും തുടർ നടപടി ഒന്നുമായില്ല. ബാലികയെ അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത കേസിൽ പ്രതിക്ക് നാദാപുരം പോസ്കോ കേസ് 6 വർഷം കഠിന തടവും 30,000 രൂപ ശിക്ഷയും വിധിച്ചു. ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്തതിന് 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ഈ കുറ്റത്തിന് 5,000 രൂപ പിഴയും വിധിച്ചു. പേരാമ്പ്ര കല്ലോട് കുരിയാടിക്കുനയിൽ കുഞ്ഞമ്മദിനെയാണ് ജഡ്ജി ശിക്ഷിച്ചത്. ഇരയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഉപദ്രവിച്ചതിനാണ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷാവിധി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ അപ്പീൽ നൽകി. പ്രതി വണ്ടിപ്പെരിയാർ ചൂരക്കുളം സ്വദേശി അർജുൻ സുന്ദറിനെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കേസിലെ വസ്തുതകളും തെളിവുകളും വിലയിരുത്തുന്നതിൽ കോടതിക്ക് പിഴവ് സംഭവിച്ചെന്നും ശാസ്ത്രീയമായ തെളിവുകൾ വിലയിരുത്തിയില്ലെന്നും അപ്പീലിൽ സർക്കാർ പറയുന്നു. 2021 ജൂൺ 30-നാണ് 6 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് അർജുൻ സുന്ദറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. KSRTCയിലെ വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ വിതരണത്തിനായി വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട തുക ഹൈക്കോടതി കുറച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വരുമാനത്തിന്റെ 5% മാത്രം വിരമിക്കൽ ആനുകൂല്യത്തിനായി മാറ്റിവെച്ചാൽ മതിയെന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വരുമാനത്തിന് 10% വിരമിക്കൽ ആനുകൂല്യത്തിനായി മാറ്റിവെക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. പുതിയ വിധി പ്രകാരം ജനുവരി 1 മുതൽ KSRTCയുടെ വരുമാനത്തിൽ നിന്ന് 5% വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാനായി മാറ്റിവെക്കേണ്ടി വരും. കണ്ണൂർ സർവകലാശാലയിലെ വിവാദ നിയമനം തടഞ്ഞ് ഹൈക്കോടതി. മുൻ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ നിയമനമാണ് ഹൈക്കോടതി ജസ്റ്റിസ് വിജു എബ്രാഹിം സ്റ്റേ ചെയ്തത്. സുപ്രീം കോടതി അയോഗ്യനാക്കി വിധി വന്ന ശേഷം ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനമാണ് ഹൈക്കോടതി തടഞ്ഞത്. ഇന്റർവ്യൂവിൽ 2ാം റാങ്ക് നേടിയ ഡോക്ടർ KB ബിന്ദുവാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കർണാടകയിൽ ഹിജാബ് നിരോധനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തും ധരിക്കാം. വസ്ത്രവും ഭക്ഷണവും വ്യക്തിപരമായ കാര്യങ്ങളാണ്. നിരോധന ഉത്തരവ് പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും സിദ്ധരാമയ്യ പറഞ്ഞു.
2022 ഭരണത്തിലുണ്ടായിരുന്ന BJP ആണ് കർണാടകയിൽ ഹിജാബ് നിരോധനം കൊണ്ടുവന്നത്. ഏത് വസ്ത്രം ധരിക്കണമെന്നത് ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. ഹിജാബ് നിരോധനം പിൻവലിക്കാൻ ഞാൻ നിർദ്ദേശം നൽകി. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും പുരോഗമനം ലക്ഷ്യം എന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം തട്ടിപ്പാണ്. BJP വസ്ത്രത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെയും സമൂഹത്തെയും ഭിന്നിപ്പിക്കുകയാണ്. സിദ്ധരാമയ്യ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത്. ഗുജറാത്തിലെ ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയിലെ തൊഴിലാളികൾക്കും സന്ദർശകർക്കും ഗുജറാത്ത് സർക്കാർ മദ്യം ഉപയോഗിക്കാൻ അനുമതി നൽകി. വൈൻ ആൻഡ് ഡൈൻ സേവനം നൽകുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാം. ഇതുകൂടാതെ ഓരോ കമ്പനിയുടെയും സന്ദർശകർക്ക് ആ കമ്പനിയിലെ സ്ഥിരം ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ താൽക്കാലിക പെർമിറ്റുള്ള ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നും മദ്യം കഴിക്കാനും അനുമതിയുണ്ട്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ വിശിഷ്ടാതിഥിയാകുമെന്ന് സ്ഥിരീകരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ഇമ്മാനുവേൽ മാക്രോൺ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മാക്രോൺ സ്ഥിരീകരിച്ചു. ക്ഷണിച്ചതിന് നന്ദി അറിയിച്ച് മാക്രോൺ എക്സിൽ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ആയിരുന്നു മുഖ്യാതിഥിയായി കേന്ദ്ര സർക്കാർ ആദ്യം ക്ഷണിച്ചത്. പക്ഷേ ജനുവരിയിൽ ഇന്ത്യയിലേക്ക് എത്താനുള്ള അസൗകര്യം ചൂണ്ടിക്കാട്ടി ബൈഡൻ പിന്മാറി. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ മാക്രോണിനെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചത്. 2024 ഇന്ത്യ ഫ്രഞ്ച് നയതന്ത്ര പങ്കാളിത്തത്തിന്റെ 25ാം വാർഷികം കൂടിയാണ്. ജനപ്രീതിയിൽ ഇന്ത്യയിൽ മുന്നിലുള്ളത് ഏതൊക്കെ താരങ്ങളാണ് എന്നതിന്റെ പുതിയ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു. നവംബറിലെ പട്ടികയാണ് ഓർമാക്സ് പുറത്തുവിട്ടത്. 1ാം സ്ഥാനത്ത് ഷാരൂഖ് ഖാന്, 2ാമൻ തെന്നിന്ത്യൻ താരം വിജയും. രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കിയാണ് ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ നവംബറിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സഹായിച്ച ഒരു ഘടകം. 2ാമത് തെന്നിന്ത്യൻ താരം വിജയാണ്. ബോളിവുഡിലെ പല വമ്പന്മാരെ പിന്നിലാക്കിയാണ് താരം 2ാമതെത്തിയത്. എന്നാൽ രജനീകാന്തിന് ആദ്യ 10ൽ ഇടം നേടാനായില്ല. ഫിഫ ക്ലബ് ലോകകപ്പ് ചാമ്പ്യന്മാരായി മാഞ്ചസ്റ്റർ സിറ്റി. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബ്രസീലിയൻ ക്ലബായ ഫ്ലുമിനൻസിനെ തകർത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ് ലോകത്തെ ചാമ്പ്യന്മാരായത്. ഇതാദ്യമായാണ് ഒരു ഇംഗ്ലീഷ് ക്ലബ് പ്രീമിയർ ലീഗ്, FA കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, സൂപ്പർ കപ്പ്, ക്ലബ് ലോകകപ്പ് എന്നിവ ഒരു വർഷത്തിൽ സ്വന്തമാക്കുന്നത്. മത്സരത്തിന്റെ 40ാം സെക്കൻഡിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലെത്തി. ജൂലിയൻ അൽവാരസ് ആണ് ആദ്യ മിനിറ്റിൽ വല ചലിപ്പിച്ചത്. ക്ലബ് ലോകകപ്പിന്റെ ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളാണ് അൽവാരസ് നേടിയത്. 27ാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ഗോൾഡ് നേട്ടം ഇരട്ടിയാക്കി. ഫിഫ 2022 ഫുട്ബോൾ ലോകകപ്പ് ഡോക്യുമെന്ററി സീരീസ് റിലീസിനൊരുങ്ങുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഹാരി കെയ്ൻ തുടങ്ങിയവരുടെ അഭിമുഖങ്ങൾ സഹിതമാണ് ഡോക്യുമെന്ററി ഇറങ്ങുന്നത്. ഡോക്യുമെന്ററിയുടെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുകയാണ്. ഡ്രസ്സിംഗ് റൂമിലെ ആരും കാണാത്ത സംഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 30-ന് ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങും. ലോകകപ്പിൽ പങ്കെടുത്ത 32 രാജ്യങ്ങളുടെയും അവരുടെ ആരാധകരുടെയും പ്രതികരണങ്ങൾ ഡോക്യുമെന്ററിയിൽ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ന്യൂസ് മാരത്തൺ പൂർണ്ണമാകുന്നു. നമസ്കാരം.